അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ എല്ലാ 150-ലധികം രാജ്യങ്ങളിൽ പോയപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ വരാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു എന്താ പറയാ, ഞാൻ കേട്ടിടത്തോളം നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്താണ് നരേന്ദ്രമോദിയിൽ കണ്ട ഒരു പോസിറ്റീവ് വശം എന്താണ് എല്ലാവരും ഇന്ന് നരേന്ദ്രമോദി ഇഷ്ടമുള്ളതെന്ന് എല്ലാവരും പറയും, ഒരു സംഖ്യ അങ്ങനെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ ആരും നോക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണ മികവിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളൊന്നും ആരും നോക്കുന്നില്ല. എല്ലാവരും അടിച്ചമർത്തിയാണ് ആ ഒരു ഹിന്ദുത്വം എന്നൊരു രീതിയിലാണ് അദ്ദേഹത്തെ എന്താ പറയുക ഗോക്കളെ സംരക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും വലിയ ജ്ഞാനമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം? സോ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലും എവിടെ ഞാൻ അതൊക്കെ ചോദിക്കും ഞാൻ എവിടെ, ബിക്കോസ് ചിലർക്ക് മനസ്സിൽ ഞാൻ ഒരു ഇന്ത്യൻ ആണെന്ന്. ബിക്കോസ് എന്നെ കണ്ടാൽ പറഞ്ഞാൽ ഒരു ഇന്ത്യനെ പോലെ അല്ല. പക്ഷേ എവിടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എത്രയോ പേരുണ്ട്, യോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. അപ്പൊ തന്നെ അത് തന്നെ എനിക്കൊരു അഭിമാനമാണ്, യുനോ. അതുപോലെ നമ്മുടെ വേൾഡ് ലീഡേഴ്സ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിജിയെ പറ്റിയാണ്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഇവൻച്വലി ഇത് ഞാൻ പറഞ്ഞ ഇപ്പൊ 10 years ടേം കഴിഞ്ഞിരിക്കുന്നു, 10 വർഷം യുനോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി നമ്മൾ ടേം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു ചേഞ്ചസ്, ആ ഒരു ഗ്രോത്ത്, ഇപ്പൊ ഞാൻ ഒരു എൻ്റെ ഒരു പ്രൊഫഷനിൽ തന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ലോവർ ലെവലിൽ നിന്നാണ്. ഞാൻ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലാണ് ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ ഇരുന്നിരുന്നത്. ബിക്കോസ് നമുക്ക് ആ ഒരു വിഷൻ ഉണ്ട്, അതായത് എനിക്ക് അവിടെ എത്തണം, 5 വർഷത്തിൽ ഞാൻ ഇന്ന ഒരു പൊസിഷനിൽ എത്തണം എന്ന് നമുക്കൊരു വിഷൻ എനിക്ക് എന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ വേൾഡ് ഇത് ലൈക്ക് ലീഡേഴ്സിനെ കണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ മാത്രമല്ല നമ്മൾ എവിടെയാണെങ്കിലും വേൾഡ് ലീഡേഴ്സ് അവരെ കണ്ട് പഠിക്കണം. അപ്പൊ നരേന്ദ്രമോദിജി എനിക്ക് എന്നും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഈ തന്നെ എത്രയോ അമ്പലങ്ങളിൽ പോകുന്നു, അതെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഐ വോണ്ട് ഗോ ബാക്ക് ദെയർ, എനിക്കും പോകണം അവിടെയൊക്കെ, അതുപോലെ മകരസംക്രാന്തിയുടെ അന്ന് മറ്റേ എന്താണ് പശുക്കൾക്ക് ഫീഡ്, അതാണ് അതിന്റെ രീതി. നമ്മൾ ആ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാർവെസ്റ്റ്, അതായത് അവരെ റെസ്പെക്ട് ചെയ്യുക. അപ്പം ഇതെല്ലാം ഞാനും ചെയ്തു, ഇവിടെ അമ്പലത്തിൽ പോയി ഞാനും ഗോസേവ ചെയ്തു. അപ്പം ഞാൻ ആ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാറ്റഗറി എടുത്ത് നോക്കിയാലും ഹീസ് നമ്പർ 1 ഫോർ മീ, സോ ഹീസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് റോൾ മോഡൽസ് ഇൻ മൈ ലൈഫ്. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദിജി എന്ന ഒരു വ്യക്തിയെ പറ്റി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ I have so many things to say. എനിക്ക് വേർഡ്സ് കിട്ടുന്നില്ല. അത്രയ്ക്ക് റെസ്പെക്റ്റ് ആണ്, അത്രയ്ക്ക് ഇഷ്ടമാണ്. അല്ലെ എന്തിനു പറയുന്നു, ഞാൻ ഇപ്പൊ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ഞാൻ യോഗയിൽ നിന്ന് ആദ്യം ഞാൻ മന്ത്രം പ്രാർത്ഥന കഴിഞ്ഞിട്ട് യോഗ അങ്ങനെയായിരുന്നു. ബട്ട് നോ, ഞാൻ റീസെന്റ് വായിച്ചു നരേന്ദ്രമോദി സ്റ്റാർട്ട്സ് 4 o'clock എണീറ്റ് ബ്രഹ്മമുഹൂർത്തം എഴുന്നേറ്റ് ഹി സ്റ്റാർട്ട്സ് ഡേ ബൈ ഡൂയിങ് യോഗ. സോ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ സെയിം. ഞാൻ ഫസ്റ്റ് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് ഞാൻ യോഗ ചെയ്താണ്, അത് കഴിഞ്ഞിട്ടാണ് എന്റെ മന്ത്രങ്ങൾ. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്കേ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും എനിക്ക് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഈസ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് റോൾ മോഡൽസ് ഇൻ ദ ഹോൾ വേൾഡ്. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു, ഇത് എനിക്കെന്നല്ല, ഈ ലോകത്ത് എവിടെ പോയാലും നമ്മളിപ്പോ ഇന്നൊരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് പറയുന്നത് യോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അത് മതി, എനിക്കത് മതി, അതാണ് എന്റെ അഭിമാനം. പിന്നെ കേട്ട് അങ്ങനെ ഇത്രയും 150 രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പോ എന്തായാലും അറിയാലോ എല്ലാവരുടെയും ആയിട്ട് ഉന്നത പദവിയിലൊക്കെ ഇരുന്ന ആളായതുകൊണ്ട് എല്ലാവരുമായിട്ട് ഉന്നതന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും. എന്തായാലും ഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന അദ്ദേഹത്തെ കുറിച്ചൊക്കെ അവർ സംസാരിക്കാറുണ്ടോ? മറ്റ് രാഷ്ട്രങ്ങളിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ലൈക്ക് എന്നോട് സംസാരിക്കല്ല, പക്ഷെ അവർ തമ്മിൽ സംസാരിക്കാതിരിക്കാം. ബിക്കോസ് വേൾഡ് ലീഡേഴ്സ് ഇപ്പം എല്ലാ വർഷം UN മീറ്റിന് എല്ലാ വേൾഡ് ലീഡേഴ്സും വാഷിങ്ടൺ അല്ലെങ്കിൽ ന്യൂയോർക്ക് അവിടെയാണ് അവർ പോകുന്നത്. ഞാൻ സ്ഥിരം പോകുമായിരുന്നു നമ്മുടെ കിങ് ഓഫ് ഖത്തറിന്റെ കൂടെ. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വരും. അപ്പം അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ നരേന്ദ്രമോദി എന്നൊരു പേര് ഏത് ഡിസ്കഷനിലും ഉള്ള ഒരു പേരാണ്. വേറെ നമ്മൾ പേര് കേട്ടില്ല, ഈ പേര് 100% ഉണ്ടായിരിക്കും. അപ്പൊ അത്രയും ഒരു ഇമ്പാക്റ്റ് ആണ് വേൾഡിൽ ആസ് എ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ എന്താ പറയുന്നത്, എനിക്കിപ്പം എനിക്ക് എന്തെങ്കിലും നരേന്ദ്രമോദി ഒന്ന് കാണണം അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണം, ഞാൻ ആ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ എം സോ വെയിറ്റിംഗ് ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദാറ്റ് ഡേ. 100% എനിക്ക് കിട്ടും, ഞാൻ ശരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇലക്ഷനൊക്കെ വരുമ്പോൾ ഉറപ്പായാലും കേരളത്തിൽ വരും, അല്ലെങ്കിൽ എവിടെയാലും എല്ലാവരോടും. ഇപ്പം നമ്മുടെ സുരേഷേട്ടന്റെ മകളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഒരു അച്ഛനും പോലെ എന്നിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്തത്. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു പ്രൈവറ്റ് ചടങ്ങിലൊക്കെ പങ്കെടുത്തത്.
അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഏതായാലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് അടുത്തുണ്ടോ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ടീമിൽ ഒരു ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ 100% ഞാൻ നോ പറയത്തില്ല. യുനോ, ഇപ്പൊ തന്നെ എടുത്തു നോക്കും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം മാം. ബിഫോർ ഷി വാസ് എ ഡിഫൻസ് മിനിസ്റ്റർ, അതായത് ഏക വനിത, ഡിഫൻസ് ഭരിക്കുന്ന ഒരു വനിത. യുനോ, ആ പവർ, യുനോ, മാഡത്തിന്റെ ഓരോ ഇന്റർവ്യൂസ് ഞാൻ കാണും. യുനോ, ഈവൻ നിർമ്മല സീതാറാം മാം എന്റെ ഭയങ്കര another പവർഫുൾ വുമൻ റോൾ മോഡൽ. യുനോ, എനിക്ക് അതുപോലെ ഞാൻ ഇങ്ങനെ എന്താ പറയുന്ന ആ ഏതൊരു ഇഷ്യൂ നമ്മൾ കൊടുത്താലും അത് ഫേസ് ചെയ്യുന്നത്, ആ ഒരു ബോൾഡ്നെസ്, ആ ഒരു സ്ട്രെങ്ത്, യുനോ, അത് മാത്രമല്ല ഗ്രേസ് ഉണ്ട് അതിന്റെ കൂടെ. യുനോ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഒരു ഗ്രേസ് ഉണ്ട്. അതല്ലാതെ മറ്റേ എന്ത് ഭയങ്കര മോശമുണ്ടല്ലോ, ബട്ട് എന്ത് പറഞ്ഞാലും ആ കറക്റ്റ് ആപ്റ്റ് ടു ദ പോയിന്റ് ആണ് ആൻസർ. യുനോ, അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. യുനോ, അപ്പൊ അതുപോലെ നരേന്ദ്രമോദിജിയുടെ ടീമിൽ ഒരു മെമ്പർ ആകാൻ അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ ആകാൻ എനിക്കൊരു അവസരം 100% ഞാൻ ഒരിക്കലും നോ പറയത്തില്ല. ബിക്കോസ് യുനോ, എനിക്ക് ആ പുള്ളിയുടെ അത്രയും ക്ലോസ്ലി എനിക്ക് വർക്ക് ചെയ്യാനും യുനോ എന്താ പറയുന്ന ഒരു ഭാഗമാകാനൊക്കെ പറ്റുന്ന എനിക്ക് ഐ വിൽ ഡെഫിനറ്റ്ലി കൺസിഡർ. അപ്പം കേരളത്തിൽ ഇതൊക്കെ കേട്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള ഭരണപക്ഷത്ത് ഇരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭരണപക്ഷത്തിലുള്ള BJP ഇവിടെ ഒരു ടിക്കറ്റ് തരുവാണെങ്കിൽ ഉറപ്പായിട്ടും മത്സരിക്കുമോ? ഞാനൊരു പാർട്ടി എന്താ പറയുന്ന ഒരു പ്രിഫർ ചെയ്യുന്നില്ല. നരേന്ദ്രമോദിജി ഏത് പാർട്ടിയിലാണോ അവിടെ ഞാനുണ്ടാവും. അതെ, ബിക്കോസ് ഐ ഫോളോ ലീഡർ, യുനോ, ഐ ഡോണ്ട് ഫോളോ എ പാർട്ടി. അല്ല, ആ ഒരു വ്യക്തിയാണ് കറക്റ്റ്. ആ വ്യക്തി എവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, അല്ലെ ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ആ പാർട്ടിയിലുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ അതിനൊരു ഭാഗമാവും. സോ പുള്ളി അദ്ദേഹം എവിടെ പോകുന്നു അതിന്റെ കൂടെ ഞാനും പോകും, അത്രയേ ഉള്ളൂ. അപ്പം അതെ, അപ്പൊ അതുകൊണ്ട് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ wherever he is, I would love to be there. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.